നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ടോപ്പ് ഹെഡ്സ്. കോഴിക്കോട് നിന്ന് 1.5 വർഷം മുൻപ് കാണാതായ ആളെ കൊന്നു കുഴിച്ചിട്ടതെന്ന് പോലീസ്. കാണാതായ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം തമിഴ്നാട് ചേരമ്പാടി വനത്തിൽ നിന്ന് കണ്ടെത്തി. 3 പേർ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധിയെന്ന പരാതി. യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ. ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നുവെന്ന് ഡോക്ടർ ഹാരിസ്. പ്രതിസന്ധിയില്ലെന്ന് ആരോഗ്യവകുപ്പ്. പിന്നാലെ പഴയ പോസ്റ്റ് പിൻവലിച്ച് പുതിയ പോസ്റ്റിട്ട് ഡോക്ടർ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പോസ്റ്റ്. സ്കൂളുകളിലെ സൂംബ ഡാൻസ് വിവാദത്തിൽ മതസംഘടകർക്ക് മറുപടിയായി മന്ത്രി വി ശിവൻകുട്ടി. എതിർപ്പ് ലഹരിയേക്കാൾ വലിയ വിഷം. മതസംഘടനകളുടേത് ആടിനെ പട്ടിയാക്കുന്ന നിലപാടെന്നും വിദ്യാഭ്യാസ മന്ത്രി. മതം വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ആജ്ഞാപിക്കരുതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. വിയോജിപ്പുകളെ വർഗീയമായി കാണുന്നത് ശരിയല്ലെന്ന് SYS സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ. സൂംബ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന് VD സതീശൻ. സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിൽ പുതിയ നീക്കവുമായി സർക്കാർ. UPSC പട്ടികയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്ക് ചുമതല നൽകാൻ നീക്കം. നിയമോപദേശം തേടി സർക്കാർ. ഭാരതാംബ വിവാദത്തിൽ ഗവർണറുടെ കത്തിന് വീണ്ടും മറുപടി നൽകാൻ സർക്കാർ. ഭരണഘടനാ വിദഗ്ധരുടെ നിലപാട് കൂടി ചേർത്ത് മറുപടി നൽകും. സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ രജിസ്ട്രാർ ഇന്ന് VCക്ക് റിപ്പോർട്ട് നൽകും. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച 1 വയസ്സുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചെന്ന് പരാതി. മാതാപിതാക്കൾ കുഞ്ഞിന് ശസ്ത്രക്രിയ ചികിത്സ നൽകിയില്ലെന്ന ആരോപണം. പോലീസ് അന്വേഷണം തുടങ്ങി. മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താനും തീരുമാനം. കണ്ണൂരിൽ പേവിഷബാധയേറ്റ 5 വയസ്സുകാരൻ മരിച്ചത് തമിഴ്നാട് സ്വദേശികളുടെ മകൻ ഹരിത്. കുഞ്ഞിന് നായയുടെ കടിയേറ്റത് മെയ് 31. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധനം വള്ളം മറഞ്ഞു. 3 പേരെ രക്ഷപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 135.70 അടിയായി ഉയർന്നു. സ്പിൽവേ ഷട്ടറുകൾ തുറന്നേക്കും. കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് സൗത്ത് കൊൽക്കത്ത ലോ കോളേജിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ. ക്രൂരപീഡനം നടന്നത് ഇയാളുടെ മുറിയിൽ. പീഡനത്തിന് കാരണം വിവാഹാഭ്യർത്ഥന നിരസിച്ചതിലെ വ്യക്തിവൈരാഗ്യമെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിൽ പുതിയ നീക്കവുമായി സർക്കാർ. UPSC നൽകിയ പട്ടികയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്ക് ചുമതല നൽകാൻ സർക്കാർ ആലോചന തുടങ്ങി. ഇക്കാര്യത്തിൽ